ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായി കഴിയും. യേശുവിൻ്റെ ചോദ്യം ഇതായിരുന്നു: തന്നെക്കുറിച്ച് ലോകം എന്താണ് പറയുന്നത്? താൻ ആരാണെന്നാണ് ലോകം വിലയിരുത്തിയിരിക്കുന്നത്? ഇതിന് മറുപടിയായി ശിഷ്യന്മാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ചെറിയ ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, യേശു താങ്കൾക്ക് ആരാണ്? യേശുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപ്, അഥവാ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെക്കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർ ഈ ഭൂമിയിലുണ്ടായിരുന്നു. പാടുന്ന ഗായകന്മാർ ഈ ലോകത്തിലുണ്ടായിരുന്നു. കവിത എഴുതുന്ന കവിമാർ ഈ ലോകത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവർ പാടിയ പാട്ടുകളും എഴുതിയ കവിതകളും പ്രവചിച്ച പ്രവചനങ്ങളും 39 പുസ്തകങ്ങളിലായിട്ട് എഴുതി ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. എബ്രായ, ആരമിക്, ഗ്രീക്ക് ഭാഷകളിലാണ് ഈ പുസ്തകങ്ങൾ പ്രസിദ്ധം ചെയ്തത്. ഇന്ന് അത് ജൂതന്മാരുടെ മതഗ്രന്ഥമാണ്. ക്രൈസ്തവർ അതിനെ പഴയ നിയമം എന്ന് അംഗീകരിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളാണ്. മലാക്കിയുടെ പുസ്തകം എഴുതി പൂർത്തിയായതിന് 400 വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ജനിക്കുന്നത്. ജൂതന്മാരുടെ ഈ മതഗ്രന്ഥത്തിൽ, ഈ പഴയ നിയമത്തിൽ യേശു ഒരു സ്ത്രീയുടെ സന്തതിയായി വന്ന് പിശാചാകുന്ന സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് ഉൽപ്പത്തി 3:15 യഹോവയായ ദൈവം പ്രവചിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഭൂമിയിൽ മതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2 മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആദമിനും ഹവ്വയ്ക്കും മക്കൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ ചിലർ പ്രവാചകന്മാരായി. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാവ് പ്രവചിച്ചു, യേശു ഒരു കന്യകയിലൂടെ ആയിരിക്കും ജനിക്കുന്നതെന്ന്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:14 നമ്മൾ അത് വായിക്കുന്നുണ്ട്. യേശു കർത്താവ് ജനിക്കുന്നതിന് 600-ലധികം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മീഖ പ്രവചിക്കുകയുണ്ടായി, യേശു ബേത്ലഹേമിലാണ് ജനിക്കുവാൻ പോകുന്നത്. മീഖായുടെ പ്രവചനം 5:2 നാം വായിക്കുന്നുണ്ട്. ഇതുപോലെ യഹോവയായ ദൈവം പ്രവചിച്ചതുപോലെ, യെശയ്യാവ് പ്രവചിച്ചതുപോലെ, മീഖ പ്രവചിച്ചതുപോലെ യേശു കന്യകാസുതനായി ബേത്ലഹേമിൽ ജനിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷം പറയുമെന്നും ബദ്ധന്മാരെ വിടുവിക്കുമെന്നും കുരുട്ട് കണ്ണുള്ളവർക്ക് കാഴ്ച കൊടുക്കും എന്നുമൊക്കെയുള്ള യേശുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചും യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവചിക്കുന്നുണ്ട്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-61 അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ ദരിദ്രരോട് കർത്താവ് സുവിശേഷം പറഞ്ഞു. ജാതി നോക്കാതെ, മതം നോക്കാതെ ശമര്യരുടെ ഗ്രാമത്തിൽ പോയി ദൈവരാജ്യം ഘോഷിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു, ഊമരെ സംസാരിപ്പിച്ചു, ചെകിടരെ കേൾപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു. മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും, കുടുംബമുണ്ടെങ്കിൽ കുടുംബജീവിതത്തിനും, രാജ്യമുണ്ടെങ്കിൽ രാജ്യത്തിനും, സമസ്ത മേഖലകൾക്കും പ്രയോജനമുള്ള സതുപദേശങ്ങൾ കൊടുത്തു. മാത്രമല്ല, പ്രവാചകന്മാർ പ്രവചിച്ചു, യേശുവിൻ്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുമെന്നും തൻ്റെ വസ്ത്രം പകുത്തെടുക്കപ്പെടുമെന്നും. യേശു ക്രൂശിക്കപ്പെടുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിൽ രാജാവായിരുന്ന ദാവീദിൻ്റേതായിരുന്നു ആ പ്രവചന ഗീതം. അത് 22-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. മാനവലോകത്തിൻ്റെ പാപം പേറി
അവന് വേണ്ടി ഒരു യാഗമായിട്ട് അവൻ്റെ അകൃത്യമെല്ലാം ഏറ്റുവാങ്ങി അവൻ്റെ സൗഖ്യത്തിനായി പാപമോചനത്തിനായി യേശു മരിക്കും എന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്നുണ്ട്. യേശു ക്രൂശിക്കപ്പെടുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ മാനവലോകത്തിൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി കുരിശു ചുമന്ന് കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെട്ട് യാഗമാകുന്ന യേശുവിനെ ഗോൽഗോത്തായുടെ കുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ യേശുവിൻ്റെ ശരീരം ദ്രവിക്കുകയില്ലെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നുമുള്ള ദൂത് യേശു ക്രൂശിതനാകുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് പ്രവചിച്ചത് 16-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം പ്രവൃത്തികളുടെ പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ മരണോദ്ദേശം, യേശുവിൻ്റെ ഉയർപ്പ് എന്നീ കാര്യങ്ങളൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ചതും അത് എഴുതി പ്രസിദ്ധം ചെയ്തതുമാണ്. ഇന്നും ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ യേശുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രിയ സ്നേഹിത, ഈ യേശു ഒരു മതസ്ഥാപകനല്ല, ഒരു മതനേതാവല്ല. ഞാനും താങ്കളും ശ്വസിക്കുന്ന വായുവും, ഞാനും താങ്കളും കുടിക്കുന്ന ജലവും, ഞാനും താങ്കളും നിൽക്കുന്ന ഈ ഭൂമിയും, ഞാനും താങ്കളും കാണുന്ന ഈ താരാപഥങ്ങളും ഈ ജീവജാലങ്ങളും സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവം യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശിശുവായി മനുഷ്യനായി ജനിച്ചതാണ്. ഈ യേശുവിനെ താങ്കൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്നത് പാപമോചനമാണ്. ഈ യേശുവിനെ താങ്കൾ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്നത് ശാപമോചനമാണ്. ഈ യേശുവിനെ താങ്കൾ സ്വീകരിക്കുമ്പോൾ താങ്കൾക്ക് നഷ്ടമാകുന്നത് നരകമാണ്, ലഭിക്കുന്നത് സ്വർഗമാണ്. വരൂ, യേശുവിനെക്കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു? താങ്കളുടെ രക്ഷിതാവായി കർത്താവായി യേശുവിനെ സ്വീകരിക്കൂ, അനുഗ്രഹം പ്രാപിക്കൂ. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.